ഹലോ നമസ്കാരം. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ UV ഗ്ലാസുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. UV ഗ്ലാസുകൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം, ചൂട് കുറയ്ക്കാനാണ്. എന്നാൽ ഇത് ഏതൊക്കെ ഏരിയയിൽ കുറയ്ക്കണം, എങ്ങനെ കുറയ്ക്കണം, ഏത് ഗ്ലാസ് അവിടെ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയല്ലേ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിനെ പറ്റിയാണ്. നമസ്കാരം, ഞാൻ ആകാശ് അഗസ്റ്റിൻ, ഗ്ലാസ് ആൻഡ് വിൻഡോസിലേക്ക് സ്വാഗതം. റൈറ്റിലേക്ക് ആക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യടിയുടെ സ്പീഡ് കൂടി വരണം. റെഡി? സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട്. താങ്ക് യു. My name is Akash Agustin. Slide please. Yeah, my name is Akash Agustin. I am a BTech graduate. I am studied in RIT Engineering College, Bangalore. And my company name is SGD Group of Companies. And our category is Glass and Windows. And we are in Calicut around 3+ years. And first of all, ഈ 3 years ഞങ്ങളുടെ കമ്പനി എന്താണ് കാലിക്കറ്റ്, ഞങ്ങളുടെ കമ്പനിയുടെ ഗ്രോത്ത് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിക്കുന്നത്. സോ ദ ഫസ്റ്റ് ഇയർ വി ആർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 78 projects in around Thrissur to Kasaragod areas. And the second year, I'm joined in BNA also. And the second year we have successfully completed 175 projects in all over the Kerala. And the third year we have successfully completed 320+ projects in all over Kerala, Tamil Nadu, Karnataka. Next slide. So now we have 500+ happy customers in all over the Kerala, Tamil Nadu, Karnataka. So ഈ ഷോർട്ട് ടൈം പീരീഡിൽ തന്നെ ഇത്രയും സ്റ്റേറ്റ്സിൽ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു BNI ആ ഒരു കണക്ഷൻ തന്നതിനും. സോ അതുവഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് ആൻഡ് പ്രൊഡക്ട്സ് ഞങ്ങൾക്ക് ഈ 3 സ്റ്റേറ്റ്സിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ താങ്ക്സ് ടു BNI. സോ ഞങ്ങളുടെ മേജർ ക്ലയൻസ് എന്ന് പറയുന്നത് കാലിക്കറ്റ് EM ഡിജിറ്റൽ ആൻഡ് എയ്തർ തിരൂർ, മലപ്പുറം ആൻഡ് കണ്ണൂർ, ആൻഡ് നിക്ചാൻ ഇലക്ട്രോണിക്സ് കണ്ണൂർ ആൻഡ് കോയിൻകോ കാലിക്കറ്റ്. സോ ഇതാണ് ഞങ്ങളുടെ മേജർ ക്ലയൻസ് വരുന്നത്. സോ ദിസ് ഇസ് മൈ ടോപ്പിക്. നമ്മൾ ഗ്ലാസ് ആൻഡ് വിൻഡോസ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. സോ ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ ഒരു വീടൊക്കെ പണിയുന്ന സമയത്ത് ഇപ്പോഴത്തെ പുതിയ വീടുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എവിടെ നോക്കിയാലും ഗ്ലാസ് ആയിരിക്കും. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ പോലെ ഗ്ലാസ് ആണ്. വീടിന്റെ ഫ്രണ്ടിലെ ഗ്ലാസ്, സ്ലൈഡിംഗ് ഗ്ലാസ്, ഫിക്സഡ് ഗ്ലാസ്, പാർട്ടീഷൻ, സ്കൈലൈറ്റ്, ഷവർ പാർട്ടീഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഫ്ലോർ വരെ ഇപ്പൊ ഗ്ലാസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അത്രത്തോളം ഇന്നോവേറ്റീവ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഗ്ലാസിന്റെ പാർട്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഇതേപോലെ നമ്മളൊരു വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഫിക്സഡ് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു സ്ലൈഡിംഗ് ഓപ്പൺ വിൻഡോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർ ആദ്യം എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക? സാറിന് പുതിയ വീട് വെക്കുകയാണ്, അപ്പൊ സാറിന് ഒരു ഫിക്സഡ് ഗ്ലാസ് അതുപോലെ ഫ്രണ്ടിൽ വെക്കുന്നുണ്ട്. സാർ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക? ജസ്റ്റ് യൂഷ്വൽ ആയിട്ട്. ഓക്കെ, ഓക്കെ, അതേ ഉള്ളൂ. Ma'am, please. Safety. Yeah, it's first, very first. വേറെ എന്തെങ്കിലും? ഓക്കെ, താങ്ക് യു. സോ ഞാൻ എക്സാമ്പിളോട് തുടങ്ങാം. നമ്മുടെ മിസ്റ്റർ ജസീം സാറിന്റെ ഇത് ഓഫീസിന്റെ പേര് സിഗ്നേച്ചർ ബിൽഡേഴ്സ് എന്നാണ്. അവരുടെ ഓഫീസ് വരുന്ന അശോകപുരത്താണ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ഗ്ലാസ് വർക്ക്സ് ആക്ച്വലി നമ്മുടെ കമ്പനിയായിരുന്നു ചെയ്തിരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ സമയത്ത് കണ്ടിന്യൂസ്ലി എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക ജസീം. അപ്പൊ എന്താണ് ജസീം നമ്മൾ വിളിച്ചതിന്റെ ഒരു റീസൺ? ചൂട് കൂടുതലേ. അപ്പൊ നമ്മൾ എങ്ങനെയത് സോൾവ് ചെയ്തത്? UV സ്റ്റിക്കർ ഒട്ടിച്ചു. സോ അതാണ് എന്റെ പോയിന്റ്. നമ്മളൊരു വീടിലേക്ക് ഒരു ഫിക്സഡ് ഗ്ലാസ് ആണെങ്കിലും സ്ലൈഡിംഗ് ഗ്ലാസ് ആണെങ്കിലും ഓപ്പണബിൾ എന്തും ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താണ് ചിന്തിക്കുക? അതിന്റെ പ്രൊഫൈലിന്റെ വാറണ്ടി എത്രയാണ്, ഹാർഡ്വെയർസിന് വാറണ്ടി എത്രയുണ്ട്, അതിന് സർവീസ് വാറണ്ടി എത്ര കിട്ടും, ഇനി സർവീസ് വാറണ്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് തിരിഞ്ഞു നോക്കുമോ, ഇങ്ങനെ ഒരു 100,000 ചോദ്യങ്ങൾ ചോദിക്കും. എന്നാൽ അതിലിരുന്ന് ഗ്ലാസിനെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആക്ച്വലി നമുക്ക് UPVC ഇൻഡോസ് ചെയ്യുന്ന സാറിന് എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ സാർ? കസ്റ്റമേഴ്സ് കൂടുതലും ചോദിക്കാൻ എന്തായിരിക്കും? ഓക്കെ 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 ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഡെഫിനറ്റ്ലി. സോ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് UV ടൈപ്പ് ഗ്ലാസുകൾ അവൈലബിൾ ആണ്. പലപ്പോഴും കസ്റ്റമേഴ്സ് അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വീടുകളിലും ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ പോലും ഗ്ലാസ് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഭയങ്കര ചൂടാണ്, ഇനി എങ്ങനെ കുറയ്ക്കും? അപ്പോഴാണ് നമുക്ക് UV സ്റ്റിക്കറിങ്, UV പെയിന്റിങ് അങ്ങനെയുള്ള ഓപ്ഷനിലേക്ക് പോകേണ്ടി വരിക. കൂടുതൽ കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതൊരു 5 years അല്ലെങ്കിൽ 10 years ഈ ഒരു പ്രോസസ്സ് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. സോ ഇതാണ് നമ്മുടെ UV ഗ്ലാസസ് എന്ന് പറയുമ്പോൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻ. പലപ്പോഴും നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, സൺലൈറ്റ് അടിച്ചിട്ട് സൺബേൺസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. ഡെഫിനറ്റ്ലി നമ്മളൊരു ഗ്ലാസ് റൂഫിംഗ് ചെയ്ത ഏരിയയിൽ
ഇതേ എഫക്റ്റ് തീർച്ചയായിട്ടും യു വി ഗ്ലാസസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺബേൺസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ക്യാൻസറുകൾ, അതുപോലെ ഏറ്റവും മെയിൻലി നമ്മൾ ഗ്ലാസ് ഉപയോഗിക്കുന്ന വീടുകളാണെങ്കിലും കൊമേഴ്ഷ്യൽ സ്പേസുകളാണെങ്കിലും AC ആയിരിക്കാം, സെൻട്രൽ AC ആയിരിക്കും. സോ അതിന്റെ ഒരു 100% എഫിഷ്യൻസി നമുക്ക് കിട്ടാൻ കുറവായിരിക്കും. സോ അതിന് നമ്മുടെ എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഫിറോസൊക്കെ ഉണ്ട്. ഫിറോസുക നമുക്കിപ്പോൾ യു വി ഗ്ലാസ് ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല വെയിലടിക്കുന്ന ഒരു ഏരിയ, അവിടെ നമുക്ക് AC-യുടെ 100% എഫിഷ്യൻസി കിട്ടും? കിട്ടില്ല. ടണ്ണേജ് കൂട്ടി കൊടുക്കേണ്ടത് നഷ്ടമായിട്ട് വരും. യെസ്, ടണ്ണേജ് കൂട്ടുമ്പോൾ കോസ്റ്റ് കൂടും. യു വി ഗ്ലാസ് ആക്കിയില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് കൂടും. സോ അതാണ് നമ്മുടെ ടോപ്പിക്, യു വി ഗ്ലാസസ്. നമുക്ക് യു വി ഗ്ലാസസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് യു വി ഗ്ലാസസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളൊക്കെ പോകുന്ന ടൗണുകളിലൊക്കെ ശ്രദ്ധിച്ചാണ് ഇതേപോലത്തെ ബിൽഡിങ്ങുകളിൽ പല കളേഴ്സിൽ, ഗ്രീന്, ബ്ലൂ, യെല്ലോ, പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അതെപ്പോഴും വരുന്നത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമുക്ക് യു വി ഗ്ലാസ് ഉപയോഗിക്കാൻ തന്നെ വേണ്ടി പറഞ്ഞത്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരണം നമുക്ക് ഗ്ലാസുകളെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ യു വി ഗ്ലാസിന്റെ കോഡുകളാണ്. പലപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ പലർക്കും അറിയില്ല ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ET125 എന്ന് പറയുന്ന ഗ്ലാസ്, അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിന്റെ വൺ സൈഡ് എന്ന് പറയുന്നത് ഒരു മിറർ ഫിനിഷ് ആയിരിക്കും, ഏകദേശം ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് ആയിരിക്കും നമ്മൾ ചെയ്ത് കഴിയുന്ന സമയത്ത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു 6mm ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 70 to 75% ഹീറ്റ് കട്ടിംഗ് റേഷ്യോ നമുക്ക് ഇതിന് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഏകദേശം 38% യു വി റേഡിയേഷൻസ് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതുമൂലമുള്ള സ്കിന്നിലുണ്ടാകുന്ന അലർജി കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഇത് കട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഏകദേശം 45% ലൈറ്റിംഗ് കട്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഗ്ലാസുകൾ നമ്മൾ എവിടെയാണ് കൂടുതൽ യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ വീടിനകത്ത് ഡെഫിനറ്റ്ലി നമ്മൾ സ്കൈലൈറ്റ് ചെയ്യുകയാണ്. അതുകൂടാതെ സ്ലൈഡിംഗ് വിൻഡോ, ഓപ്പൺ വിൻഡോ, ഫിക്സഡ്, ഒരു വീടിനകത്തേക്കുള്ള ഭാഗങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുറത്തുനിന്നുള്ള ചൂടാണല്ലോ അവിടെ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഗ്ലാസുകളാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് യു വി ഗ്ലാസ് പറഞ്ഞ ഫസ്റ്റ് സീരീസ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ രണ്ടാമത് വരുന്നത് SCN125, SCN145. ഈ ഒരു മോഡലിൽ വരുന്ന ഗ്ലാസുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ ചെറിയൊരു ഗ്ലാസ് പീസസ് ആണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ലൈറ്റ് കൂടുതൽ വേണം, എന്നാൽ നിങ്ങൾക്ക് ഹീറ്റ് കട്ടിംഗ് റേഷ്യോ ഏകദേശം 70 to 75% വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള ഗ്ലാസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇതിലിപ്പോ ഈ ഒരു ഗ്ലാസ്, അതായത് ST167 എന്ന് പറയുന്നത്, അതാണ് ഈ ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് കട്ടിംഗ് റേഷ്യോ കുറവുള്ള ഗ്ലാസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബാൽക്കണി ഏരിയകൾ. ഇപ്പൊ നമ്മളൊരു ഹാളിന്റെ സ്പേസ് നോക്കുക, ഈ ഒരു സ്പേസിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു ഔട്ട് സൈഡ് നമ്മളൊരു റൂഫിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ST167 എന്ന് പറയുന്ന ഗ്ലാസ് ചെയ്താൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഓൾറെഡി അറ്റ്മോസ്ഫിയറിലുള്ള ചൂട് അവിടെയുണ്ട്. സോ നമുക്കൊരു 40% ഹീറ്റ് കട്ട് ചെയ്താൽ തന്നെ നമുക്കവിടെ വലിയൊരു കംഫർട്ട് കിട്ടാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും മെയിൻലി പറയാനുള്ളത്, നമ്മളെല്ലാം വർക്ക് സ്പേസിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഒരു ഈവനിങ് കയറി ചെല്ലുന്ന സമയത്ത് പുറത്ത് നല്ലൊരു ചെറിയ തണുപ്പും ചെറിയ കാറ്റൊക്കെ ഉണ്ടാവും. വീടിനകത്തോട്ട് വരുമ്പോൾ ചൂടാണെങ്കിൽ നമ്മുടെ സ്വസ്ഥത പോയില്ലേ. നമ്മൾ റിലാക്സ് ചെയ്യാനുള്ള സ്പേസ് ആണ്. സോ എപ്പോഴും നമ്മൾ വീട് വെക്കുന്ന സമയത്തായാലും കൊമേഴ്ഷ്യൽ സ്പേസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് യു വി ഗ്ലാസ് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഹാളിൽ നമുക്ക് ഗ്ലാസുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബ്ലൂ ഷെയ്ഡിൽ വേണോ, യെല്ലോ ഷെയ്ഡിൽ വേണോ, ഏത് കളറിൽ വരെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആ വീടിന്റെയോ അല്ലെങ്കിൽ ഓഫീസിന്റെ ആയാലും ഇന്റീരിയറിന്റെ ഡിസൈൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു ഗ്ലാസ് കൂടെ ഉണ്ട് ഫൈനലി നമുക്ക് പരിചയപ്പെടുത്താനായിട്ട്. ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത് DGU ഗ്ലാസ് ആണ്. ഈ ഒരു കനം കാണുന്നുണ്ടാവും. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് ഏകദേശം 1.5 സെന്റിമീറ്ററിന്റെ ഗ്യാപ്പ് വിട്ടിട്ട് പുറത്ത് ചെയ്യുന്നതാണ്. ഇതിപ്പോ 2 ലെയർ ആയിട്ട് 5+5 ആണ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ പറഞ്ഞ യു വി ഗ്ലാസുകൾ കൊടുക്കാം. ഇതുകൊണ്ടുള്ള ഏറ്റവും അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് 80% എബോവ് ഹീറ്റ് കട്ടിംഗ് റേഷ്യോ നമുക്ക് ഈ ടൈപ്പ് ഗ്ലാസുകൾക്ക് വരുന്നുണ്ട്. അത് കൂടാതെ ഇതിനകത്ത് ആർഗൺ ഗ്യാസ് ഫില്ല് ചെയ്യാൻ സാധിക്കും. അതായത് ഏകദേശം 95% ഹീറ്റ് കട്ടിംഗ് റേഷ്യോ വരും. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ക്ലാസിന്റെ പീസ് സാർ കണ്ടിട്ടുണ്ടാവും. വേറെ ആരെങ്കിലും? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ട്രെയിനിൽ AC ടയറിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിൻഡോസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിൻഡോസിന്റെ സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്റ്റീലിന്റെ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ടാവും ഗ്ലാസിനകത്ത്. അതാണ് DGU ഗ്ലാസസ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ AC ബസ്സുകൾ, ലോ ഫ്ലോർ ബസ്സുകൾ, അതിനെല്ലാം യൂസ് ചെയ്യുന്ന DGU ഗ്ലാസസ് ആണ് ആ ഒരു ഹീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി. യു വി ഗ്ലാസുകൾ എന്ന് പറയുമ്പോൾ പല വിധമുണ്ട്, പല ടൈപ്പുകളുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്
വളരെ ഒന്നോ രണ്ടോ മോഡലുകളെ പറ്റിയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കൂടുതൽ UV ഗ്ലാസുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.